അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവൾ വിടുവിച്ച അവൾക്ക് ലഭിച്ച സന്തോഷത്തില് അവൾ ആഗ്രഹിച്ച വിടുതൽ പ്രാപിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് വിളിച്ചു പറയാണ്, ഭൂമിയിൽ നിന്ന് ഉയർത്തുന്ന ഒരു കർത്താവ്, കുപ്പയിൽ ഉയർത്തുന്ന ഒരു കർത്താവ്, പ്രഭുക്കന്മാരോടും രാജാക്കന്മാരോടും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. മാത്രമല്ല മലടിയെ പിള്ളை താക്ഷിയാക്കുന്നു. ഏത് വിധമായ മലടുകളായിരുന്നാലും അത് പിള്ളை താക്ഷിയാക്കുന്നു. എങ്ങനെ? ഒന്നാമത്തെ അധ്യായത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ മനോവിഷമമുള്ള ഒരു സ്ത്രീ. അവൾ വളരെ കരഞ്ഞു. അവൾ മിகவும் അഴുതാണ്. കാരണം എന്ത്? അവളുടെ സഹോദരിയുടെ കുത്തുവാക്ക്. പിള്ളை ഇല്ലാത്ത ഒരു കുറവ്, കുഴந்தை ഇല്ലാത്ത ഒരു കുറവ്. അവളുടെ സഹോദരിയുടെ കുത്തുവാക്ക്, അവളുടെ സഹോദരിയുടെ കുത്തുവാക്ക് അവളെ വളരെ വേദനിപ്പിച്ചു. അവൾ കരഞ്ഞു. എന്നാൽ ഭർത്താവ് എൽക്കാന പറയുന്നു, നിനക്ക് മക്കളില്ലെങ്കിലും ഞാൻ 10 മക്കളിന് സമം. അത്രത്തോളം അവന് കൂടെ സന്തോഷം കൊടുത്തിട്ടും അവൾക്കത് തൃപ്തിയായില്ല. അവൾക്കുള്ളത് ഒരു ദുഃഖമേ ഉള്ളൂ. അവൾക്ക് ഭാരമുള്ളത് അവളുടെ വേദന. അവൾക്ക് തലമുറയില്ല. അവൾ ഓടി ആലയത്തില് ഇന്ന് ഓടി ആലയത്തിൽ വന്ന പ്രിയപ്പെട്ടവരെ, നല്ല ആലയത്തിൽ ഓടി വന്നു. അവൾ കരഞ്ഞു. അവിടെ പറയുന്ന അവളുടെ അതിരം മാത്രമാണെങ്കിൽ ഒരു ശബ്ദം പുറത്തു വന്നില്ല. അവള് ദൈവസന്നിധിയില് അവൾ കരഞ്ഞു. അവൾ കരഞ്ഞെന്ന് മാത്രമല്ല, പുരോഹിതനോട് പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഊറ്റി, ഞാൻ എന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. പകർന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് അത് നമ്മൾ ഒഴിക്കുവാണെങ്കിൽ ഊറ്റുമ്പോൾ അതിന് പിന്നെ ബാക്കി ഒന്നും ഉണ്ടാകത്തില്ല. ഇന്ന് പ്രിയ ദൈവജനമേ, യേശുയുടെ സമൂഹത്തിലോ അവൾ ആലയത്തിൽ ഓടിയതുപോലെ ഇന്ന് യേശുയുടെ സമൂഹത്തിലോ കടന്നു ഏവരും നിങ്ങൾ ഏത് വിധമായ ഭാരങ്ങളായിരുന്നാലും യേശുയുടെ സന്നിധിയില് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ, ഊറ്റുമ്പോൾ, അവളെ സമർപ്പിക്കുമ്പോൾ, അന്നാൾക്ക് അറിയാമോ? ഒരു പൈതലിന് വേണ്ടി ആഗ്രഹിച്ചവൾക്ക് അവൾക്ക് 5 പൈതലിനെ കൊടുത്തു. അത് മാത്രമല്ല, രാജാക്കന്മാരോട് ഇരിക്കുവാൻ, രാജാക്കന്മാർ അഭിഷേകം ചെയ്യുവാൻ, പ്രഭുക്കന്മാരോട് ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ബാലനാണ് അവളുടെ കണ്ണീരിൽ നിന്ന് വെളിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ ഏത് വിധമായ രോഗങ്ങളോ, ഏത് വിധമായ ആവശ്യങ്ങളോ, ഏത് വിധമായ ദുഃഖങ്ങളോ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഇരിക്കാം, തലമുറയിൽ സമാധാനമില്ലാതെ ഇരിക്കാം, സൗഖ്യമില്ലാതെ ഇരിക്കാം. ഡോക്ടർ വിധി എഴുതി ഇനി മരുന്നിന് സൗഖ്യമില്ല. അത് ദൈവത്തിന്റെ വാക്ക് മാത്രം. എവിടെയാണ് മരുന്നിന് സൗഖ്യമല്ലയോ അവിടെയാണ് നമ്മുടെ കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ നാമത്തില് അത് ഇന്ന് പല സമയം വിശ്വസിക്കുന്നത് സംഭവിക്കും. ഭാരങ്ങൾ മാറട്ടും, ദുഃഖങ്ങൾ മാറട്ടും, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടും. ഏത് വിഷയമായിട്ട് ഗവൺമെന്റ് സംബന്ധമായ വിഷയങ്ങളോ ഇന്ന് ദൈവസന്നിധിയിൽ പറയാമോ? സ്വാതന്ത്ര്യ വിഷയങ്ങളോ ദൈവസന്നിധിയിൽ പകരാമോ? യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുതം. ദൈവം നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. 2-3 പേർ കർത്താവ് നാമത്തിൽ വരുന്നവരുടെ മധ്യയിൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സുഖമാക്കുന്ന ഒരു കർത്താവ്, യാചന കേൾക്കുന്ന ഒരു കർത്താവ്. ആ ദൈവത്തെ നമുക്കൊന്ന് പാടി മഹത്വപ്പെടുത്താമോ? എന്റെ താഴെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഉമ്മാൽ കൂടും എല്ലാം കൂടും, അങ്ങയാലോ സകലതും സാധ്യമാണ്. മനതുരുകി കരം നീട്ടി നമ്മളെപ്പോഴും സമർപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ മനസ്സ്, കർത്താവിന്റെ മനസ്സ് ഉരുകി നമ്മുടെ കരം നീട്ടി സുഖമാക്കും. അവിടെ അടുത്ത് പറയുന്നു, സുത്തമുണ്ട് സുഖമാകും. ദൈവത്തിന് നമ്മുടെ കർത്താവിന് മനസ്സുകൊണ്ട് സൗഖ്യമാക്കാൻ, നമ്മുടെ കർത്താവിന് മനസ്സുകൊണ്ട് സൗഖ്യമാക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാ നോവുകളെയും മാറ്റി, എല്ലാ രോഗങ്ങളെയും മാറ്റി അത്ഭുതം നടത്തും. കാരണം എന്തോ? നമ്മുടെ കർത്താവിന്റെ കരങ്ങളില് തഴുമ്പുകളാൽ, അവന്റെ അടിപ്പിണറുകളാൽ, അവന്റെ പാടുകളാൽ നമ്മളെ സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ നമുക്ക് ഈ പാട്ട് പാടി നമുക്ക് ദൈവമഹത്വപ്പെടുത്താം. കണ്ണീരൊന്ന് സമർപ്പിക്കാമോ? സൗഖ്യം
ഒരു ഓ മരിച്ച ഇപ്പോൾ മലയാളി ഒരു വാക്ക് പറയാൻ യാതൊരു സ്വർഗം കേൾക്കണമെന്ന് കർത്താവേ കൊടുക്കുന്ന കർത്താവ് ഓ മനസ്സുരുകി ഹല്ലേലൂയ വിഷയങ്ങളായിരുന്നാലും ഓ യേശുവിൻ നാമത്തിൽ അനേക വിഷയങ്ങളുമായി ഓ ഞങ്ങളുടെ വിണ്ണപ്പത്തെ കേൾക്കുന്നതിനായി ഞങ്ങൾ ഇഷ്ടമുണ്ടപ്പ ഓ ഞങ്ങളെ വിടുന്ന അങ്ങനെ സൗഖ്യം ഏറ്റെടുക്കുന്ന കർത്താവ് Glory, hallelujah.
മക്കൾ അപ്പനോട് ചോദിക്കുമ്പോൾ എത്ര അധികം നൽകി തരുമെന്നോ എത്ര അധികം നൽകി തരാമെന്നോ അരുളി ചെയ്ത നല്ല അപ്പൻ. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം. എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സകല ഭാരങ്ങളും മാറട്ടെ. ആമേൻ. സകല ശാപങ്ങളും മാറട്ടെ. എല്ലാ രോഗങ്ങളും മാറട്ടെ. അത് യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമം ചൊല്ലുമ്പോൾ യേശുവിന്റെ നാമത്തിലോ ഒരു ഭാരത്തിനും ഇനി ഇടമില്ല. യേശുവിൻ നാമത്തിലോ ഒരു ശാപത്തിനും ഇനി ഇടമില്ല. യേശുവിൻ നാമത്തിലോ ഒരു രോഗത്തിനും ഇനി ഇടമില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ,
കർത്താവിനോട് പ്രാർത്ഥിക്കാം. മൻപിൻ പരലോകപിതാവേ, സ്വർഗ്ഗീയ കർത്താവേ, ഇന്ന് നീയോട് ഞങ്ങളെ വാഴ്ത്തുന്നു. അനുഗ്രഹമേറിയ നല്ല മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. അതിരാവിലെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്ന് സ്വർഗത്തിന്റെ വചനത്തിലൂടെ നിങ്ങൾ വളരെ സംസാരിച്ചു. വാസ്തവമായി ഇന്ന് കടന്നു വന്നത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നെ. സ്വർഗം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കണ്ണുനീര് മറികടക്കട്ടെ. ഓ ഹാലൽ, എന്ത് യാചിച്ചാലും നൽകിത്തരാം അരുളിച്ച ഞങ്ങളുടെ നല്ല കർത്താവ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അന്ന കരഞ്ഞപ്പോൾ ഹല്ലേലൂയ തന്റെ ഹൃദയത്തെ അങ്ങയുടെ തന്നിൽ പകർന്നപ്പോൾ അവൾ ഹല്ലേലൂയ അങ്ങേ സ്തുതിക്കത്തക്കവണ്ണം, അവൾ സങ്കീർത്തനം അവളെ എഴുതപ്പെടത്തക്കവണ്ണം അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു അവസരം അവൾക്ക് നൽകി കൊടുത്തങ്ങനെ അവൾ ഒന്ന് ചോദിച്ച സ്ഥാനത്ത് അഞ്ച് തലമുറകൾ കൊടുക്കുക. മാത്രമല്ല രാജാക്കന്മാർ അഭിഷേകിക്കുന്നവരായി, രാജാക്കന്മാരുടെ കൂടെ ഇരിക്കുന്നവരായി, ന്യായപാലകനായി, ഓ ഹാലിലെ പ്രവാചകനായി, അപ്പ സംസാരിക്കുന്ന ഒരു പുരുഷനായി അവൾക്ക് കൊടുത്തെങ്കിൽ ഇന്ന് പകൽ സമയം കർത്താവെ വിവിധ വിഷയങ്ങളുമായി കടന്നു വന്ന് നിങ്ങളെല്ലാം പ്രിയപ്പെട്ടു ഒരുത്തരെ പോലും ബാക്കിയില്ലാതെ ഞങ്ങളുടെ കർത്താവുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി തോന്നി. എത്ര നല്ല സ്നേഹം കർത്താവ്, അങ്ങയുടെ അടിപ്പിണരുകൊണ്ട് നിങ്ങളുടെ തഴുമ്പുകളാൽ ഞങ്ങൾ സൗഖ്യമാക്കിയതിനായി പുതുബലം കൊണ്ട് നിറയ്ക്കണം. കർത്താവ് സകല ശിശുക്കളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി തോന്നുന്നു. സ്വർഗം ഞാനിൽ ഞങ്ങളോട് സംസാരിക്കുന്നത് കർത്താവേ, ഓ പൗലോസ് ഹല്ലേലൂയ വചനം സംസാരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ കുത്തുണ്ടവരായ അവർ 3000 പേർ ദൈവത്തിലോട്ട് അടുത്തു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ വചനം കേട്ടപ്പോൾ തന്നെ അവർ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. യേശുവിൻ നാമത്തില് അതേ അവസ്ഥ ഇന്ന് പകൽ സമയം ഞങ്ങളുടെ മേലും സ്വർഗം അയക്കുന്ന കൃപയ്ക്കായി തോന്നും. ചെയ്ത എല്ലാ നന്മകൾക്കായി തോത്രം അങ്ങയുടെ നാമത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചോദിച്ചതിനെല്ലാം ദൈവം മറുപടി തരുന്ന കൃപയ്ക്കായി തോന്നും. താഴ്ത്തി സമർപ്പിക്കാത്തനായി തോത്ത യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ചിട്ട് നമുക്ക് ഇരിക്കാം.